ചെയ്യുന്നത്. പല സ്ഥലത്തും പ്ലാസ്റ്റിക്കുകളുണ്ട്. ആ പ്ലാസ്റ്റിക്കൊക്കെ ശേഖരിച്ച് നമ്മൾ കളക്ഷൻ യൂണിറ്റിലേക്ക് ആ കളക്ഷൻ യൂണിറ്റിലുള്ള പ്ലാസ്റ്റിക് പൈപ്പ് വഴി സ്റ്റോറേജ് ബങ്കറിലേക്ക് എത്തും. സ്റ്റോറേജ് ബങ്കറിൽ നിന്ന് പൈറോളിസിസ് എന്ന തിയറി ഉപയോഗിച്ച് ഓക്സിജൻ ഇല്ലാതെ 700 മുതൽ 800 ഡിഗ്രി വരെ ചൂടുള്ള കമ്പസ്റ്റൻ ചേമ്പറിലെത്തുന്നു. അവിടെ ഓക്സിജൻ ഇല്ലാതെ തന്നെ ഈ പ്ലാസ്റ്റിക് കത്തുകയാണ്. പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് ഒരു ചങ്ങല പോലെയാണ്. അതിലെ എല്ലാ കണ്ണികളെയും നമ്മൾ ചെറുതായി പൊട്ടിക്കുകയാണ്. ഇതിൽ നമ്മൾക്ക് കത്തിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ നിലത്തേക്ക് വീഴും. അതിൽ നമ്മൾക്ക് ആകെ അത് നമ്മൾക്ക് സിമൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. ആ കാരണം പ്ലാസ്റ്റിക് എല്ലാം ബോയിലറിലേക്ക് പോകുന്നു. ബോയിലറിൽ വാട്ടർ കണ്ടുകൊണ്ടിരിക്കുന്നു. അത് സ്റ്റീമായി മാറി സ്റ്റീം ടർബൈൻ യൂണിറ്റിലേക്ക് എത്തുന്നു. സ്റ്റീം എല്ലാം ടർബൈനെ കറക്കി ജനറേറ്റർ വർക്ക് ചെയ്യുന്നു. ജനറേറ്റർ വർക്ക് ചെയ്ത് കൂളിംഗ് യൂണിറ്റിലേക്ക് ഫാബ്രിക് ഫിൽറ്ററിലേക്ക് എത്തുന്നു. അവിടെ നമുക്ക് കിട്ടുന്നത് ഹൈഡ്രജനാണ്. ഹൈഡ്രജൻ എന്ന് പറയുന്നത് അടുത്ത തലമുറയിലേക്കുള്ള നമ്മളുടെ ഇന്ധനമാണ് ഹൈഡ്രജൻ. ഈ ഫാബ്രിക് ഫിൽറ്ററിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ബാക്ക് ഹൗസിലൂടെ പുറത്തേക്ക് പോകുന്നത്. ഇനി നമ്മൾക്ക് കാർബൺ ഡൈ ഓക്സൈഡ് പോകണം എന്നുണ്ടെങ്കിൽ ഈ പ്രോസസ്സിനെ തുടർച്ചയായി ഒന്നുകൂടെ ചെയ്ത് കാർബോണിക് ആസിഡായി നമുക്ക് എടുത്തു വയ്ക്കാവുന്നതാണ്. ഇത് കംപ്ലീറ്റ്ലി